നമസ്കാരം, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരാളുടെ കഥയാണ് അറിയാൻ പോകുന്നത്. പലർക്കും കഥ കേൾക്കാൻ ഇഷ്ടമെന്ന് കമൻറ്റ് കണ്ടു. സോ നമ്മൾ അടുത്തൊരു കഥയിലേക്ക് പോവാണ്. ഒരുപാട്. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് അവർ ഏകദേശം ഒരു 2 മണിക്കൂറായി ടെക്സ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ടെക്സ്റ്റിംഗ് തീർന്നിട്ടില്ല. മനസ്സിലായോ? അപ്പം തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് അത്രയും ഡെപ്തിൽ ഞാൻ സംസാരിക്കുമ്പം ഇപ്പം എന്നോട് 2-3 സജഷൻസ് പറഞ്ഞത് ഞാനത് എൻ്റെ സ്റ്റൈലിൽ പറയാമെന്നാണ്. ഒട്ടും പോസിബിളല്ല. കാരണം അത്രയും ഞാൻ ഓർത്ത് പറയാമെന്ന് പറഞ്ഞാൽ ഒരു പരിധിയില്ല എന്തിനും. ഇപ്പം നമ്മുടെ കഥയാണെങ്കിൽ നമുക്ക് ഓർത്ത് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഗ്ലിംസ് ആണെങ്കിൽ നമുക്ക് ഓർത്ത് പറയാൻ പറ്റും. പക്ഷേ ഇത് എന്നോട് പറഞ്ഞില്ല, അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതാണ്. സോ എനിക്ക് തോന്നുന്നത് അത്രയും ഡീറ്റെയിലിംഗ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞേക്കുന്ന വീഡിയോസ് വെച്ച് അതിൻ്റെ കാരണ സഹിതം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് അതിൽ കൂടുതലും എന്താണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കഥയിലേക്ക് പോകാം. ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട്. ഞാനിത് വായിച്ച് വരുമ്പം ഇന്നുകൊണ്ട് തീരുമോ എന്നുള്ളത് കണ്ടറിയണം. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. സോ നമുക്ക് ആരംഭിക്കാം. എൻ്റെ ഓർമ്മയിൽ എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഫേസായിരുന്നു. നല്ലൊരു ഫാമിലിയിലായിരുന്നു ഞാൻ ജനിച്ചത്. അച്ഛൻ ബഹ്റിനിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് അച്ഛന് സമ്പാദിക്കാനും സാധിച്ചു. ഞങ്ങൾ താമസിച്ചത് അമ്മയുടെ കൂടെയായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലായിരുന്നു. എനിക്കൊരു ഏട്ടനുണ്ട്. എന്നേക്കാൾ 6 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. ഞാനും ഏട്ടനും തമ്മിൽ വലിയ ബഹളങ്ങളോ അടിയോ ഒന്നും എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അമ്മയുമായിട്ട് അത്ര ക്ലോസ് ആയിട്ടായിരുന്നു വളർന്നത്. സ്കൂൾ ലൈഫൊക്കെ നല്ല രീതിയിൽ പോയിരുന്നു. വേറെ ടെൻഷനോ ഒന്നുമില്ല. പഠനത്തിലൊരു ആവറേജ് ലെവലായിരുന്നു ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് സ്വന്തമായി വീടൊക്കെ അച്ഛൻ എടുത്തിരുന്നു. ഞാനും ഏട്ടനും ചെറുതായതുകൊണ്ടും അച്ഛൻ ഗൾഫിലായതുകൊണ്ടും ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലായിരുന്നു. കുട്ടിക്കാലം എന്ന് ഓർക്കുമ്പോൾ മനസ്സിൽ എത്തുന്നത് 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അച്ഛൻ ഞങ്ങളെ ബഹറിലേക്ക് കൊണ്ടുപോയി 3 മാസം ഞങ്ങൾ അവിടെ അത്രയും സന്തോഷത്തോടെ കഴിഞ്ഞു. വേണ്ടതൊക്കെ അച്ഛൻ ആ സമയത്ത് വാങ്ങി തന്നിരുന്നു. ഒരുപാട് നല്ല ഓർമ്മകൾ ഉള്ള കുട്ടിക്കാലം. ഫാമിലിയിൽ എല്ലാവരും ഞങ്ങളെ നല്ല കാര്യമായിട്ടാണ് നോക്കിയിരുന്നത്. അമ്മ അച്ഛൻ നാട്ടിലില്ലാത്ത ഒരു ബുദ്ധിമുട്ടും ഞങ്ങളെ അറിയിച്ചിരുന്നില്ല. എല്ലാത്തിനോടും ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഹൈപ്പർ ആക്റ്റീവായിരുന്നു അമ്മ. ഹോൾ ഫാമിലിക്ക് വേണ്ടി അമ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. എൻ്റെ ലൈഫ് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നു. ആ ഒരു ടൈം ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം അച്ഛൻ ബഹ്റൈൻ വിട്ട് നാട്ടിലേക്ക് വരുമായിരുന്നു. നാട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ വന്നു. പിന്നീട് നാട്ടിൽ ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ഞങ്ങൾ താമസിച്ചു തുടങ്ങി. അച്ഛൻ വന്നപ്പോഴാണ് അച്ഛനൊരു ബിസിനസ് ചെയ്യണമെന്ന ആഗ്രഹം വന്ന് അച്ഛൻ റെഡിമെയ്ഡ് ഷോപ്പ് ഇട്ടു. അപ്പോൾ അമ്മയ്ക്കും വെറുതെ വീട്ടിലിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരു ഷോപ്പ് ഇടാം എന്നുള്ള ആഗ്രഹത്തിലൊരു ബ്യൂട്ടി പാർലർ അച്ഛൻ പറഞ്ഞു. അതൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ലൈഫും ഇങ്ങനെ പോകുന്നു. വേറൊന്നും ചിന്തിക്കാനില്ല. സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, ഇടയ്ക്കൊക്കെ അമ്മയുടെ ഇപ്പോൾ ഷോപ്പിൽ പോകുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കോൺവെൻറ്റ് സ്കൂളിലായിരുന്നു 10 വരെ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഗേൾസ് ഓൺലി ആയിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. നമ്മുടെ ബോയ്സ് എന്നാൽ നമ്മളെ ലൈഫിൽ അടുപ്പിക്കാൻ പറ്റാത്ത ലെവൽ തോട്ട്സ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ അതൊന്നും ഞങ്ങളെ ആരെയും ബാധിച്ചില്ല. ബട്ട് എപ്പോഴും മനസ്സിലുണ്ടായ തോട്ട്സ് എന്നാൽ അച്ഛൻ ബഹ്റിൽ പോയിരുന്നെങ്കിൽ എനിക്ക് ഇനിയും അങ്ങോട്ട് പോകാമായിരുന്നു. അച്ഛൻ എന്തിനാണ് നാട്ടിൽ വന്നത് എന്നൊക്കെയായിരുന്നു എപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെ 8-9 കഴിഞ്ഞു. 9ാം ക്ലാസ്സിൽ കയറിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു തുടങ്ങിയത്. നോട്ട് ദ പോയിൻറ്റ്. ഫിസിക്കലി മെൻ്റലി ഓരോ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ അതൊന്നുമില്ല. ബോയ്സിനോട് അട്രാക്ഷൻ ഉണ്ടാകുന്ന ടൈമല്ലേ, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ ഒരു ലവർ ഒന്നും എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു സമാധാനത്തിൽ പൊക്കോണ്ടിരുന്ന സമയത്താണ് ഈ പുള്ളിക്കാരൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ മാത്സ് ട്യൂഷന് പോകാൻ അമ്മ തീരുമാനിച്ചു. എന്നെ അവിടേക്ക് വിട്ടു. അപ്പം 9th തുടക്കമായിരുന്നു. ഈ പുള്ളി അപ്പോൾ 10ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ മീറ്റ് ചെയ്തു. എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ലായിരുന്നു. ഞാൻ ആദ്യമൊന്നും മൈൻഡ് ചെയ്യുന്നുമില്ലായിരുന്നു. പിന്നെ ഇവനെ സംസാരിച്ച് തുടങ്ങി എപ്പോഴൊക്കെയോ.
അപ്പോൾ എനിക്ക് മാത്സിൻ്റെ ഇക്വേഷൻസ് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവൻ പതുക്കെ പറഞ്ഞു തരും. ഇപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കും, എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ പോകുന്ന വഴിയിൽ ഇവനും ഉണ്ടാകും. എൻ്റെയും അവൻ്റെയും പേര് ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൻ്റെ പല ഹോളിലും എഴുതി വെക്കും. അപ്പോഴൊന്നും ഞാൻ ഇവനെ മൈൻഡ് ചെയ്തിരുന്നില്ല. എനിക്ക് ഒരാൾ പുറകെ നടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പം അല്ല എന്നാണ് ഭാവത്തിലായിരുന്നു ഞാൻ. അത് 2-3 ചെക്കന്മാരൊക്കെ പുറകെ ഉണ്ടായിരുന്നു, അത് അവനും അറിയാമായിരുന്നു. പക്ഷെ അവരെയൊക്കെ ഇവൻ ഓടിച്ചിരുന്നു. അങ്ങനെ 1 വർഷത്തോളം എൻ്റെ പുറകെ ഇവൻ നടന്നെങ്കിലും ഇവൻ എന്നോട് കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ അവിടെ ട്യൂഷൻ ക്ലാസ്സിലുള്ള എല്ലാവർക്കും അറിയാം, അവിടുത്തെ ടീച്ചർക്ക് വരെ അറിയായിരുന്നു. ടീച്ചർ ഇവനെ ഒരുപാട് വാണി കൊടുത്തിട്ടുമുണ്ടായിരുന്നു. പക്ഷെ ഇവൻ എൻ്റെ പുറകെ വരും. എൻ്റെ വീട് അവൻ കണ്ടുപിടിച്ച് ഞാൻ പോകുന്ന വഴി സ്ഥലങ്ങളെല്ലാം അവൻ എൻ്റെ പുറകെ നടന്ന് കണ്ടുപിടിച്ചിരുന്നു. അവന് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ മൈൻഡ് ചെയ്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടം കുറച്ചൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ആ ടൈം ഞാനൊന്നും പറഞ്ഞില്ല. ഓക്കെ, ശ്രദ്ധിച്ചോ ഈ കെണി വരുന്ന കെണി എന്ന് പറയേണ്ട ഇത് വായിച്ചപ്പോൾ ഞാൻ അയ്യോ പണ്ടത്തെ ഓരോ കാര്യങ്ങളെ അതൊക്കെ ഓർത്തു പോയി. ഇതൊക്കെ അതായത് നമ്മളുടെ കർമ്മ നമ്മളെ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മളെ കൊണ്ട് ഇട്ട് കറക്കുന്ന കറക്കേ. ഞാൻ ഈ മൊത്തം കഥ വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി ഇതിനകത്ത് ഹിഞ്ച് ഇതെന്താ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത്. രസമുണ്ട് വായിക്കാനേ. അങ്ങനെ അവൻ 10 കഴിഞ്ഞ് ഞാൻ 9 കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തമ്മിൽ കുറേ കാലത്തേക്ക് യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. 1 വർഷം അവനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ 10ൻ്റെ തിരക്കിലുമായിരുന്നു. ഞാൻ +1 കയറി അവിടെ സ്കൂളിൽ പോയപ്പോൾ പിന്നീട് എന്നെ അത്രയ്ക്ക് മൈൻഡ് ചെയ്തിരുന്നില്ല. ഞാൻ കരുതിയിരുന്നത് അവൻ ഒഴിഞ്ഞു പോയെന്ന്. പിന്നെ ഇവൻ എൻ്റെ ലൈഫിലേക്ക് വന്നത് ഞാൻ +2 പഠിക്കുമ്പോഴാണ്. ഇവനും എനിക്കും ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ കയറിയപ്പോൾ അവിടെ ബോയ്സ് ഉണ്ടായിരുന്നു, നല്ല ഫ്രണ്ട്സായിരുന്നു എല്ലാവരും. അതിനിടയ്ക്ക് എനിക്ക് +2 ആയപ്പോൾ ഒരു പ്രപ്പോസൽ വന്നു. ആ ടൈം ഞാനും അക്സെപ്റ്റ് ചെയ്തു. ബട്ട് അതൊക്കെ ഫെയിലായിപ്പോയി. പിന്നെ +1 കേട്ടോ, +1 പിന്നെ +2 ആയപ്പോൾ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ഇവൻ എൻ്റെ നമ്പർ എന്നോട് ചോദിച്ചിട്ട് തന്നെ കൊടുത്തു. വിത്തിൻ ഡേയ്സ് എനിക്ക് ആ മെസ്സേജ് അയച്ചു. ഇവിടെ നിന്നാണ് ശരിക്കും ഞാനും അവനും തമ്മിൽ റിലേഷൻഷിപ്പ് തുടങ്ങുന്നത്. അവൻ ഇഷ്ടമൊക്കെ പറഞ്ഞു. പിന്നെ ഫുൾ ടൈം മെസ്സേജായി, കോളായി, എൻ്റെ റൊട്ടീൻ മാറി ഞാൻ ആ ടൈമിലൊരു സ്വപ്നലോകത്തായിരുന്നു. സ്വാഭാവികം. അവന് വേണ്ടി എന്തും ചെയ്യാം എന്ന ലെവലായിരുന്നു. അവൻ ആ ടൈമിൽ BSc മാത്സിന് ഇവിടെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കുമായിരുന്നു. ഞാനിപ്പോൾ +2. അപ്പോഴാണ് അവൻ്റെ കോളേജിൽ പ്രോഗ്രാം വന്നത്. ഞങ്ങൾ റിലേഷൻഷിപ്പ് ആയത് 6 മാസത്തിനുള്ളിലായിരുന്നു പ്രോഗ്രാം. ഇവൻ അവിടേക്ക് എന്നെയും ഇൻവൈറ്റ് ചെയ്തു. ഞാനും എൻ്റെ ഫ്രണ്ടും പോയി. അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ്. അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കൂടുതൽ അടുത്തത്. ഞാനീ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇമാജിനേഷൻ വരുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ഭയങ്കര ഇമാജിനേഷൻ വരും. ഇൻ ദ സെൻസ് ആ കോളേജ്, ഇവർ പോകുന്നത്, എന്താ പറയുക, ആ ഫെസ്റ്റിൽ ഇവർ മാത്രം അവിടെ നിന്ന് ഞങ്ങൾ മാറ്റി. ഞാൻ സിനിമയിലൊക്കെ കണ്ട പല സീൻസൊക്കെ എൻ്റെ വരുന്നേ. രസമുണ്ടേ, കേൾക്കുമ്പോൾ രസമുണ്ട്, പറയുമ്പോൾ രസമുണ്ട്. അനുഭവിച്ചവർക്കറിയാം എൻ്റെ ബാക്കിയോടെ കേട്ടോ. അവിടെ നിന്നായിരുന്നു ഞങ്ങൾ കൂടുതൽ അടുത്തത്, കിസ് ചെയ്തത്. എന്തായാലും അതോടെ അവൻ വിട്ടില്ല. എന്നെ പിന്നെയും അങ്ങോട്ട് മെസ്സേജും കോളും ചെയ്യുമ്പോൾ അവൻ ഇങ്ങനെ പറയുമായിരുന്നു, നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം എന്ന് എപ്പോഴും പറയുമായിരുന്നു. നമുക്കിനി മീറ്റ് ചെയ്യണം എന്നൊക്കെ അവൻ എന്നോട് പറയുമായിരുന്നു. അവനെനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാനും എന്ത് റിസ്ക് എടുത്തും കാണാം എന്ന രീതിയിലായിരുന്നു. അവൻ തന്നെയാണ് പറഞ്ഞത്, പുറത്തൊന്നും പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, റിസ്ക്കാണ്, അതുകൊണ്ട് വീട്ടിലോട്ട് വരാമെന്ന്, സെൻസ് മീറ്റ് ചെയ്യാൻ. ആ ടൈമിൽ ഞാൻ ഓർത്തു അതായിരിക്കും ബെസ്റ്റ് പ്ലേസ് എന്ന്. അവൻ വീട്ടിൽ, അമ്മ അച്ഛൻ ഷോപ്പിൽ പോയാൽ വൈകുന്നേരം വരെ ഞങ്ങളുടെ വീടിനടുത്ത് വേറെ വീടൊന്നുമില്ല. സോ ഹൈവേ സൈഡുമായിരുന്നു. അപ്പോൾ ഞാനും കരുതി അതായിരിക്കും ദ ബെസ്റ്റ് പ്ലേസ്. ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയ പ്ലേസ് അതാണ്.
അങ്ങനെ അവൻ പല പ്രാവശ്യം എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കണ്ടിരുന്നു, സെക്ഷൽ റിലേഷൻഷിപ്പ് നടന്നിരുന്നു. ബട്ട് അപ്പോഴൊക്കെ ഞാൻ മെൻ്റലി ഒട്ടും ഹാപ്പിനെസ്സിലൂടെ അല്ലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇവൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഞാൻ നേരിടാൻ തുടങ്ങി. യെസ്, എല്ലാം കണക്റ്റഡ് അല്ലേ, എല്ലാം നമ്മുടെ വീഡിയോക്കകത്ത് എത്ര തവണ പറഞ്ഞതാണ് ഇതിൻ്റെ ലിങ്ക്. ആൾക്കാരുടെ ലൈഫ് സംഭവിക്കുന്നത് കണ്ടോ? അതാണ് ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ടല്ലേ നിങ്ങൾ എൻ്റെ അടുത്ത് വരണേ. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടല്ലേ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനും പറ്റുന്നേ. കേട്ടോ, നിങ്ങളുടെ കേട്ടോ. ഇവൻ്റെ ഭാഗത്തു നിന്ന് പതുക്കെ റെസ്ട്രിക്ഷൻസ് തുടങ്ങി. അങ്ങനെ ഞാൻ കോളേജ് ലൈഫിലേക്ക് കയറിയപ്പോൾ പിന്നെ ഞാൻ ഹോസ്റ്റലിലായി. ബട്ട് കോളേജ് ലൈഫിൽ എനിക്ക് ഒട്ടും ഹാപ്പിനെസ് തന്നിട്ടില്ലായിരുന്നു, പേടിയായിരുന്നു. ഒന്ന് ശ്വാസം വിടാൻ പോലും ഇവൻ കാരണം എനിക്ക് പറ്റിയില്ല. മനസ്സിലായല്ലോ? ഫിസിക്കൽ കോണ്ടാക്ട്, സെക്ഷൽ എനർജി എക്സ്ചേഞ്ച് കഴിഞ്ഞാൽ കളി മാറും എന്ന് നമ്മൾ എത്രയോ തവണ പറഞ്ഞു. എസ്പെഷ്യലി അതൊരു ലോ വൈബ്രേഷൻ ആണെങ്കിൽ. ഇനി ലോ വൈബ്രേഷൻ അപ്പുറത്തെ ഒരു കർമ്മ പാർട്ണർ ആണെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? ഓക്കെ, അപ്പോൾ ഒന്ന് ശ്വാസം വിടാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് ചെയ്തിരുന്നു. ഫുൾ ടൈം എൻ്റെ ഫോണിൽ വിളിക്കും. ബോയ്സിനെ കൂട്ടുകൊണ്ടരുത്, മിണ്ടരുത്, നോക്കരുത്, കോളേജ് പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യരുത്. ഞാൻ പറയുന്ന ചില വേർഡ്സ് പോലും എന്നെ കരയിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും പറയും, ഇവനെ വിട്ട് നീ നല്ല രീതിയിൽ ജീവിക്കാൻ. ബട്ട് അപ്പോഴൊക്കെ ഇവനായിരുന്നു എനിക്കെല്ലാം. എനിക്ക് അത് ഓർക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഇവരില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഓർക്കാൻ പോലും പറ്റില്ലായിരുന്നു. പിന്നെ ചില ദിവസം അവന് ഇഷ്ടമില്ലാതെ എന്തെങ്കിലും ചെയ്താൽ അവനപ്പം എന്നോട് കോളേജ് കട്ടാക്കിയിട്ട് വീട്ടിൽ വരാൻ പറയും. ഒരു ദിവസം ഞാൻ എനിക്കറിയുന്ന ഒരു ചെക്കന് മെസ്സേജ് അയച്ചു പറഞ്ഞ് അവൻ എന്നെ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് നിർബന്ധിച്ച് വരാൻ പറഞ്ഞത്. ഞാനത് ചെയ്യുകയും ചെയ്തു. ഡിഗ്രി ഫുൾ ഇവൻ്റെ ഇങ്ങനെയുള്ള സൈക്കോ ആറ്റിറ്റ്യൂഡ് വിക്റ്റിമായിരുന്നു ഞാൻ. എനിക്ക് ഇപ്പോൾ പോലും അത് ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ണ് നിറയുക. ഞാൻ എത്ര നല്ല നിമിഷങ്ങളാണ് നശിപ്പിച്ചതെന്ന് ഓർക്കുമ്പോൾ. ഇതിൻ്റെയൊക്കെ ബേസിക് എന്ന് പറയുന്നത് അവനും ഞാനും തമ്മിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് അങ്ങനെ ഞാൻ അത്രയ്ക്ക് പേടിച്ചിരുന്നു. അതായത് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കിയപ്പോൾ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല. ഇപ്പം അയ്യോ അവനെ തൊട്ടു, ഇനി അവനില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കും, മോശം സംഭവിക്കും, ഇതൊക്കെയാണ് ആണുങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരാളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്തകാലം ചിലർക്ക് ഉണ്ടാകുന്നൊരു ട്രോമയാണ്. ഇനി അവനല്ലാതെ വേറെ ആരും എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും, ഇനി വേറെ ആരും വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമോ, അങ്ങനെയുള്ള പല ലേഡീസിൻ്റെ കൺസേൺ ഉണ്ടല്ലോ. അപ്പോൾ ആ ലേഡീസിൻ്റെ കൺസേൺ ആണ് ഈ ബന്ധം ടോക്സിക്കായിട്ടും അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ലീഡ് ചെയ്തൊരു കാരണമെന്ന് പറയുന്നത്. ഞാൻ അത്രയ്ക്ക് പേടിച്ചിരുന്നു. അതേപോലെ അവനില്ലാതെ ലൈഫിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാനും പറ്റില്ലായിരുന്നു. എനിക്ക് അവൻ വന്നതിന് ശേഷം ഒരു രീതിയിലുള്ള സമാധാനം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഓർക്കുമ്പോൾ എന്തൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തി ഒരൊറ്റ ആൾക്ക് വേണ്ടി. ഇപ്പോഴും ഞാൻ ചെയ്യുന്നു അത് തന്നെ, ഇപ്പോഴും ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോസ്റ്റലിൽ നിന്ന് ഇവൻ്റെ ചീത്ത കൊണ്ട്, കുറ്റപ്പെടുത്തൽ കൊണ്ട് ഞാൻ ഒരുപാട് ദിവസം ഉറങ്ങാണ്ട് കരഞ്ഞിട്ടുണ്ട്. മൊത്തത്തിലൊരു മനുഷ്യനെ എത്രത്തോളം മാനസികമായി പീഡിപ്പിക്കാം അത്രയ്ക്ക് അവൻ മാനസികമായി ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവന് കാണണമെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു. എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതിനെ വീട്ടിലോട്ട് കൊണ്ടുവന്നറിയാമല്ലോ. അങ്ങനെ വീട്ടിൽ വന്നാലെങ്കിലും അവൻ നല്ല രീതിയിൽ സംസാരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവൻ വീട്ടിൽ വരുമ്പോൾ എന്നോട് നല്ല രീതിയിൽ സ്നേഹത്തോടെ നിൽക്കുമായിരുന്നു. അതിനു വേണ്ടി മാത്രം ഞാൻ അവനെ വീട്ടിലേക്ക് വിളിച്ചു. അല്ലാതെ എനിക്ക് സെക്സിൽ വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല. സെക്സിൽ താല്പര്യം ഓക്കെ, അയാൾ ഹാപ്പി ആയിട്ട് നിൽക്കണം, നന്നായിട്ട് ബിഹേവ് ചെയ്യണം എന്നൊരു തോട്ടുള്ളത് കൊണ്ട് കോംപ്രമൈസ് ചെയ്തു, അല്ലെങ്കിൽ മനസ്സോടെ വഴങ്ങിക്കൊടുത്തു. ബട്ട് അവന് വേണ്ടി ഇത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും എപ്പോഴും ഞാൻ തന്നെയായിരുന്നു കുറ്റക്കാരി. ശരിക്കും അവൻ എപ്പോഴും എനിക്കൊരു പേടിയായിരുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എക്സാമെല്ലാം നല്ല മാർക്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സന്തോഷമില്ലായിരുന്നു. കാരണം എൻജോയ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് PGക്ക് പോകാനായിരുന്നു പ്ലാൻ. അങ്ങനെ നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ തന്നെ എനിക്ക് PGക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. പക്ഷേ ആ ടൈമിൽ എനിക്ക് അവൻ്റെ റെസ്ട്രിക്ഷൻസ് കുറഞ്ഞു വരാൻ തുടങ്ങി.
ബട്ട് എനിക്കെന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ മീറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി ഇവൻ എന്നെ കൂടാതെ വേറൊരു പെണ്ണിനെയും നോക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഉള്ള സമാധാനം പോയി, ഭയങ്കര പ്രശ്നമാക്കി. എനിക്ക് പിന്നെ ഇവനെ തീരെ വിശ്വാസമില്ലാണ്ടായി. പിന്നെ എന്നിട്ടും ഇവനെ നന്നാക്കിയെടുക്കാം എന്ന ചിന്ത മാത്രമായിരുന്നു. വിടണമെന്നോ ഒഴിവാക്കണമെന്നോ എനിക്കില്ലായിരുന്നു. ബട്ട് അവനെ ഞാൻ എങ്ങനെയൊക്കെയോ ഒരു റിലേഷനിൽ നിന്ന് ഒഴിവാക്കിയെടുത്തു. അപ്പോഴൊക്കെ അനുഭവിച്ച മാനസികാവസ്ഥ അത്ര വലുതായിരുന്നു. എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പറഞ്ഞാൽ എല്ലാവരും ആദ്യം പറയുന്നത് ഇവനെ വിടണമെന്നായിരിക്കും. പക്ഷെ അതുകൊണ്ട് ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. പിന്നെ PG ലൈഫിലേക്ക് എനിക്ക് ഡിഗ്രിയേക്കാൾ മോശമായിട്ടാണ് തോന്നിയത്. വലിയ ചേഞ്ച് ഒന്നുമില്ല. എല്ലാ വീക്കിലും വീട്ടിൽ പോകും, ഹോസ്റ്റൽ ലൈഫ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ക്ലാസ് കട്ട് ചെയ്താലും ക്ലാസ് ഉള്ളപ്പോഴും ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഞാൻ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കേണ്ട അവസ്ഥയാണ്. കാരണം കർമ്മ പാർട്ണർ അത്രയ്ക്കാണല്ലോ കൈകടത്തില്ല ലൈഫിൽ. അപ്പോൾ എനിവേയ്സ് ഞാൻ ആ ലൈഫുമായി അഡ്ജസ്റ്റഡ് ആയിരുന്നു. ഞാൻ അവനെ എതിർത്തിട്ട് എന്തെങ്കിലും ചെയ്താൽ അവൻ എന്നെ ഒഴിവാക്കുമെന്ന ചിന്ത ആയിരുന്നു. കാരണം സെക്സ് എന്ന് പറയുന്ന സംഭവം നടന്നുകൊണ്ട് സെക്സ് ആണല്ലോ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞു വച്ചേക്കുന്നത്. അപ്പം ഇനി അവനല്ലാതെ വേറെ ആരും പറ്റത്തില്ല എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ടെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. അവനെ പറയുന്നതെല്ലാം കേട്ട് PGക്ക് സെക്കൻഡ് ഇയർ ആയപ്പോൾ അവൻ എന്നെ വീണ്ടും ചതിച്ചെന്ന ന്യൂസ് ഞാൻ അറിഞ്ഞു. യെസ്, ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു തമ്മിലുള്ള റിലേഷൻഷിപ്പ് സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പെണ്ണുമായി റിലേഷൻ ഉണ്ടെന്ന് ആ പെണ്ണ് തന്നെ എന്നോട് വന്ന് പറഞ്ഞു. എഗെയിൻ ഞാൻ ഡിപ്രസ്ഡായി, മൊത്തത്തിൽ ഡൗൺ ആയി. എന്നിട്ടും ഞാൻ അവനൊരു അവസരം കൊടുത്തു. എനിക്ക് അത്ര പോലും വിടാൻ പറ്റില്ലായിരുന്നു. ഇതാണ് കർമ്മ പാർട്ണർ അള്ളി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കിടന്ന് കറങ്ങും. ചിലർ ഈ ട്വിൻ കർമ്മ പാർട്ണറൊക്കെ പിടിച്ച് ട്വിൻ ഫ്ലെയിം ആക്കി വെക്കും. എന്നിട്ട് ഈ ട്വിൻ ഫ്ലെയിം വന്നു കഴിഞ്ഞാൽ പിന്നെ ദുഃഖവും ദുരിതമെന്നും പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട്. എന്നിട്ട് പിന്നെ ഈ ദുഃഖവും ദുരിതം അനുഭവിക്കുക. ആക്ച്വലി ഇത് കർമ്മ പാർട്ട്നേഴ്സാണ്. ആരോട് പറയാം. എന്നിട്ട് ഞാൻ പോയി ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞപ്പോൾ അവരും എഗെയിൻ പറഞ്ഞു വിട്ടുകളാ. ബട്ട് ഞാൻ പോയില്ല. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ ഒറ്റപ്പെടുത്തി. അങ്ങനെ വിഷമത്തിൻ്റെ മുകളിൽ വിഷമം. അതിനിടയ്ക്ക് വീട്ടിൽ പോകും, അച്ഛനും അമ്മയ്ക്കും ദേഷ്യം ഞാൻ കാണിക്കും. സ്വാഭാവികം. ഞാൻ അടച്ചിരുന്ന് കരയും. എനിക്കൊരു സപ്പോർട്ടും ആരുമില്ലാതെ ഫേസിൽ ഞാൻ അവൻ നോക്കിയ പെണ്ണുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അവളെ അതിൽ നിന്ന് ഒഴിവാക്കി. അവന് തമാശയ്ക്ക് നോക്കിയതായിരുന്നു. ബട്ട് ആ പെണ്ണ് അത് സീരിയസ് ആയിട്ടാണ് കണ്ടത്. പിന്നെ എൻ്റെ അവസ്ഥ ആ പെണ്ണിന് മനസ്സിലായപ്പോൾ അവൾ ഞാനുമായിട്ടുള്ള നല്ല റിലേഷൻ വെച്ച് ഇപ്പോഴും അവൾ എന്നെ വിളിക്കലുണ്ടായിരുന്നു. ഈ സമയം എൻ്റെ മറ്റ് ലൈഫിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എൻ്റെ ലൈഫിൽ മറ്റൊന്നും തന്നെ സംഭവിക്കും. ബട്ട് ഇതായിരുന്നു എൻ്റെ വലിയ പ്രശ്നങ്ങൾ. കാരണം ഒരാൾ വന്ന് ലൈഫ് മൊത്തം താറുമാറാക്കിയല്ലോ. പഠനം പോയി, മനസ്സമാധാനം പോയി. ആ ടൈം ഞാൻ അനുഭവിച്ചതൊക്കെ എനിക്കിപ്പോൾ എന്തിനോ വേണ്ടി ഒരു കാര്യമില്ലാതെ വിഷമിക്കാൻ മനസ്സിലായി. ആ ടൈമിൽ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് അവനെ വീട്ടിലേക്ക് വിളിച്ചു. കാരണം സെക്സ് കിട്ടിയാലെങ്കിലും ഫസ്റ്റ് അവൻ എൻ്റെ ഒപ്പം നിൽക്കും എന്ന ലെവലായിരുന്നു എൻ്റെ മൈൻഡ് പോയത്. കർമ്മ പാർട്ണറുമായിട്ട് ഫിസിക്കൽ കോൺടാക്റ്റ് കൂടുന്നതനുസരിച്ച് എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മുടെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് കേട്ടാൽ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പൊട്ടുബുദ്ധി എപ്പോഴും ഒരു ഹോപ്പ്, ഇപ്പോഴും ഒരു ഹോപ്പ്. പിന്നെ ഒരു ഫേസ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ ലൈഫിൽ വേറൊരു ഫേസ് നേരിടാൻ തുടങ്ങി. ഞാൻ BEd ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ജോബിലേക്ക് കയറാൻ എന്നായിരുന്നു പ്ലാൻ. പക്ഷേ ആ ഒരു ആഗ്രഹം വരെ നേടാൻ സാധിച്ചില്ല. BEd കോഴ്സ് കഴിഞ്ഞ് ഒരു മാസം കൊണ്ട് എൻ്റെ സെക്കൻഡ് ട്രോമാറ്റിക് ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ. അമ്മയ്ക്ക് അസുഖം വന്നു. അമ്മ ഹാർട്ട് കംപ്ലൈൻ്റ് ആയി. ഞാൻ മാത്രം ആയി അമ്മയെ നോക്കാൻ. അമ്മ റിക്കവറായി. അമ്മയ്ക്ക് അസുഖം വന്നതോടെ അച്ഛനും വീക്കായി, ഡിപ്രഷനായി. അമ്മയെ നഷ്ടമാകുമെന്ന ചിന്ത ഉള്ളിൽ കയറി. ഒരു കൗൺസിലിംഗ് പോലും വേണമെന്ന് തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു. ആരും ശ്രദ്ധിച്ചില്ല. പിന്നീട് എനിക്ക് അവനെ വലിയൊരു കാര്യമാക്കി ഞാൻ കണ്ടില്ല. ഒരു ദിവസം പോലും അമ്മയ്ക്ക് അസുഖം ഇല്ലാത്ത ദിവസം ഉണ്ടായിരുന്നില്ല. 4 വർഷമായി അമ്മയ്ക്ക് അസുഖം വന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ടെൻഷൻ തന്നെയാണ് എനിക്ക്. അമ്മയ്ക്ക് അസുഖമായി, അച്ഛനും അസുഖമായി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അമ്മയ്ക്ക് അസുഖം വന്ന കാലഘട്ടത്തിൽ അച്ഛൻ ഡിപ്രസ്ഡായി. അച്ഛന് അതിനിടയിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഏട്ടൻ കല്യാണം കഴിച്ചു. ഞാൻ പെട്ടെന്ന് തീർക്കുവാണ്, കാരണം അത് കണ്ടമാനമുണ്ട്. ഇപ്പം ബാക്കി കുറച്ചൊക്കെ എനിക്ക്
ഏട്ടന് കല്യാണമായി. കല്യാണം സംഭവിച്ചു, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ജോലി നഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോഴും ജോലി നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അമ്മയ്ക്ക് വീണ്ടും അസുഖമായി. ഇപ്പോഴും അവൻ തന്നെയാണ് എൻ്റെ ലൈഫിലുള്ള പ്രോബ്ലം. കാരണം അവൻ്റെ ഫാമിലി സ്റ്റേബിൾ ആയാൽ മാത്രമേ എനിക്ക് അവനെക്കുറിച്ച് വീട്ടിൽ പറയാൻ പറ്റൂ. ഞാൻ ഇതുവരെ ഇപ്പോൾ എനിക്ക് 29 വയസ്സായി. 29 വയസ്സായിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കാൻ വീട്ടുകാർ പേരൻസ് നിർബന്ധിക്കുമ്പോഴും എനിക്കിവൻ എന്ന് പറയുന്നൊരു സംഗതി ഉള്ളതുകൊണ്ടാണ്. സോ ഈ ഒരു വ്യക്തി ലൈഫിൽ നിന്ന് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഈ രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ വീഡിയോ കണ്ട് അവസാനം പെട്ടെന്ന് ഓടിച്ചു വിട്ടല്ലേ. അത് കണ്ടത് ഒരുപാടുണ്ട്. അവസാനത്തെ കുറച്ചത് എനിക്ക് കുറച്ചറിയാം, ആദ്യത്തെ കാര്യം എനിക്ക് അത്ര അറിയാത്ത, അതുകൊണ്ട് ആദ്യത്തെ ഡീറ്റെയിലായിട്ട് വായിച്ചത്. അപ്പം അവസാനം ഇപ്പോൾ വന്ന് നിൽക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ വീട്ടുകാരോട് പറയാൻ പറ്റത്തില്ല, ആരോടും പറയാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ വീഡിയോ കണ്ട് ഏകദേശം പുള്ളിക്കാരി കാര്യം മനസ്സിലായി. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കഥകളെല്ലാം കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, കുഞ്ഞെ നിനക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവാൻ കാരണം ആരാന്ന് മനസ്സിലായെന്ന് ഞാൻ ചോദിച്ചു. അവിടെ എടുത്തുമായി പറഞ്ഞു, മനസ്സിലായി സാറേ. അതാണ് നമ്മുടെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നമായിട്ട് വരുമ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടോ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉണ്ടെന്ന് വരുവാണെങ്കിൽ എനിക്ക് കാര്യം കുറച്ച് എളുപ്പമാവും. സോ അതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ, അതിൻ്റെ ഇത്രയും വർഷത്തെ ട്രോമയെ മൊത്തം കളയാൻ നമ്മൾ പല വഴി കൂടെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഇനി പതുക്കെ അതിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തൊന്ന് പുഷ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ അത് നോർമൽ ലൈഫിലേക്ക് വരും. പിന്നെ അതിൻ്റെ ഗോൾസിലേക്ക് പോകാൻ പറ്റും. അത് പറഞ്ഞില്ല, ഇപ്പം ഒരു കർമ്മ പാർട്ണർ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, അവർ പോസിറ്റീവ് സോൾമേറ്റ് ആവാത്ത പക്ഷം ഇനി ഈ പറയുന്ന കർമ്മ പാർട്ണർ ലൈഫിൽ നിന്ന് പോവുകയാണെങ്കിൽ തന്നെ നെഗറ്റീവ് സോൾമേറ്റ് വരാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പം സോൾ വരെ എന്തോ അറിഞ്ഞു പറയും. ഇപ്പോൾ അമ്മയെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞില്ല, അമ്മ അപ്പം വേറൊരാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടാകാം ഒരു പക്ഷേ അവരുടെ അച്ഛൻ അസുഖമായിട്ട് കിടന്നപ്പോഴൊക്കെ ഒരു മകളുടെ ധർമ്മം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടാകാം വളരെ പെട്ടെന്ന് വേറൊരാളെ ഇടയ്ക്ക് കയറി വരാതെ പുള്ളിക്കാർക്ക് ഡയറക്റ്റ് അറിവ് അറിയാനുള്ള സാഹചര്യം വന്നതും നമ്മളതിലേക്ക് ഇനി കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ എന്തായാലും പോസിറ്റീവ് സോൾമേറ്റ് വന്ന് കല്യാണം കഴിച്ച് രക്ഷപ്പെടാവുന്ന കേസ് കിട്ടേ ഉള്ളൂ. മീൻസ് കല്യാണം കഴിക്കുമ്പോൾ ഒരു പോസിറ്റീവ് സോൾമേറ്റ് നമുക്ക് അറ്റാക്ക് എടുക്കാം. അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോലി മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് ഫേവറായിട്ട് കൊണ്ടുവരുന്നേ ഉള്ളൂ. അപ്പം മനസ്സിലായില്ലേ, ഒരു കർമ്മ പാർട്ണർ ലൈഫിലേക്ക് വന്ന് ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ പല രീതിയിൽ പല സിറ്റുവേഷൻസ് നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് വരും കഥകളിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരുപാട് പേര് ആദ്യത്തെ വീഡിയോ കഴിഞ്ഞ് ഒരുപാട് പേര് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തു. കാരണം എന്താ, ഇത് ഒരുപാട് പേരുടെ സംഭവങ്ങൾ തന്നെ ഇത്. അപ്പം ഒരുപാട് പേര് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ ഇതേപോലെയുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ കുറേ പേരെ കടന്നു പോകുന്നുണ്ടാവും. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ പല വഴി നടക്കുന്നില്ല, കാർമിക് എഫക്റ്റ് ഉണ്ട്. കൃത്യമായിട്ട് പരിശീലിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പുറത്ത് നടക്കാൻ പറ്റും. സോ നമുക്ക് മറ്റൊരു കഥയുമായിട്ട് ഇനി അടുത്ത ആഴ്ച കാണാം. കഥ ഇനിയില്ല, നമുക്ക് വേറെ കണ്ടന്റ് വീഡിയോസ് വേണ്ടേ തരാം. ഓക്കെ, താങ്ക് യു.